بسم الله الرحمن الرحيم. ولقد قال لهم هارون من قبل يا قوم إنما فتنتم به وإن ربكم الرحمن فاتبعوني وأطيعوا أمري قالوا لن نبرح عليه عاكفين حتى يرجع إلينا موسى. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പദം 1009 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. സൂറത്ത് ത്വാഹയിലെ 90-91 ആയത്തുകളാണ് ഇന്ന് പഠന വിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ AI വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വലഖദ് ഖാല ലഹും ഹാറൂൻ മിൻ ഖബ്ൽ യാ ഖൗമി ഇന്നമാ ഫുതിൻതും ബിഹി വഇന്ന റബ്ബകുമുർ റഹ്മാൻ ഫത്തബിഊനി വഅതിഉ അംരി قالوا لن نبرح عليه عاكفين حتى يرجع إلينا موسى صدق الله العلي العظيم. സൂറത്ത് ത്വാഹയിലെ 90-91 ആയത്തുകളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. ബനൂ ഇസ്രായേൽ സമൂഹം അവരുടെ സിനായ് മരുഭൂമിയിലെത്തിയ ആദ്യ ഘട്ടത്തില് അള്ളാഹു അവർക്ക് ഒരു സമയം നിശ്ചയിച്ചു കൊടുത്ത കാര്യം നമ്മൾ നേരത്തെ കാണുകയുണ്ടായി. തൂർ പർവ്വതത്തിന്റെ പാർശ്വത്തിലായിട്ട് മൂസ അലൈഹി ഇസ്ലാമിന്റെ നേതൃത്വത്തിൽ എല്ലാവരും ഒത്തുചേരാൻ, ദൈവിക മാർഗദർശനം അടങ്ങിയിട്ടുള്ള ശിലാഫലകങ്ങൾ ഏറ്റുവാങ്ങാൻ, ആ ശിലാഫലകങ്ങൾ നൽകപ്പെടാനും ദൈവിക നിർദ്ദേശങ്ങളെ മനസ്സിലാക്കാനൊക്കെ വേണ്ടി തൂർ പർവ്വതത്തിന്റെ പാർശ്വത്തിലായിട്ട് ഒത്തുചേരാൻ വേണ്ടി അള്ളാഹു അവർക്കൊരു സമയവും സ്ഥലവും ഒക്കെ നിശ്ചയിച്ചു കൊടുത്തതായിരുന്നു. ആ സംഭവങ്ങൾ വിശദമായിട്ട് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടായി. ബനൂ ഇസ്രായേൽ സമൂഹത്തിലെ എല്ലാവരും തന്നെ അവിടെ ഒത്തുചേരുന്നതിന്റെ മുമ്പായി മൂസ അലൈഹി ഇസ്ലാം അല്പം ധൃതിയിൽ മുന്നിൽ പോവുകയും ചെയ്തു. മൂസ അലൈഹി ഇസ്ലാമിന്റെ അസാന്നിധ്യത്തില് മൂസ അലൈഹി ഇസ്ലാമിന്റെ അസാന്നിധ്യത്തിൽ ബനൂ ഇസ്രായേൽ സമൂഹം അവരുടെ സിനായ് മരുഭൂമിയിലൂടെയുള്ള യാത്രക്കിടയിൽ തൂർ പർവ്വതത്തിന്റെ പരിസരത്ത് എത്തുന്നതിന് മുമ്പായി ഒരു പരീക്ഷണത്തിന് അവര് വിധേയരാവുകയുണ്ടായി എന്നാണ് ഖുർആൻ സൂചിപ്പിക്കുകയുണ്ടായത്. വരുന്ന വഴിക്ക് വിഗ്രഹാരാധകരായ ഒരു കൂട്ടരെ അവരുടെ ക്ഷേത്ര പരിസരത്ത് കൂടി പോകുമ്പോൾ അവരുടെ ഉത്സവ നാളില് അവരുടെ പൂജാകർമ്മങ്ങളൊക്കെ കാണാൻ അവർക്ക് അവസരം ഉണ്ടായപ്പോ അതുപോലെയൊക്കെയുള്ള ഒരു ദൈവം ഞങ്ങൾക്കും വേണം എന്നാണ് ബനൂ ഇസ്രായേൽ സമൂഹത്തിലെ സത്യമാർഗത്തിൽ നിന്ന് ഒരുപാട് വ്യതിചലിച്ചു പോയ ആളുകൾ പറയുകയുണ്ടായത്. യഥാർത്ഥത്തിൽ പ്രവാചകന്മാരുടെ പൈതൃകം ശിരസ വഹിച്ചു പോരേണ്ട ഒരു സമൂഹമാണ് ബനൂ ഇസ്രായേൽ സമൂഹം. പക്ഷെ ഈജിപ്തിലെ അവരുടെ ആ വാസക്കാലത്ത് അവര് വളരെ വ്യാപകമായ തോതിൽ തന്നെ വിശ്വാസപരമായ, ധാർമ്മികമായ തകർച്ചയിൽ അകപ്പെട്ടിട്ടുണ്ടായിരുന്നു.
അതുകൊണ്ടാണ് അവർ എളുപ്പം ആരാധനയിലേക്കും അതുപോലെ ബഹുദൈവത്വ വിശ്വാസത്തിലേക്കും ഒക്കെ നീങ്ങുന്ന ഒരു അവസ്ഥയുണ്ടായത്. ആ സമൂഹത്തെ പുനരുദ്ധരിക്കുന്നതിന് വേണ്ടിയും സത്യമാർഗത്തിലേക്ക് അവരെ തിരികെ കൊണ്ടുവരുന്നതിനൊക്കെ വേണ്ടിയാണ് മൂസ അലൈഹി ഇസ്ലാം സഹോദരൻ ഹാറൂൻ അലൈഹി ഇസ്ലാമിനോടൊപ്പം ഈ ദൈവിക ദൗത്യം നിർവഹിക്കാൻ വേണ്ടി രംഗത്ത് വന്നിട്ടുള്ളത്. ഒരു വലിയ പ്രതിസന്ധി മറികടന്ന് ഫിറോവിന്റെയും കൂട്ടരുടെയും എല്ലാവിധ ദ്രോഹങ്ങളിൽ നിന്നും രക്ഷപ്പെട്ട് ചെങ്കടൽ കടന്ന് എത്തിയ ആ ഘട്ടത്തിൽ പോലും ബനൂ ഇസ്രായേൽ സമൂഹം വിശ്വാസപരമായി വേണ്ട വിധത്തിലുള്ള സംസ്കരണത്തിന് ആയിട്ടുണ്ടായിരുന്നില്ല എന്നതാണ് സംഭവങ്ങൾ സൂചിപ്പിക്കുന്നത്. മൂസ അലൈഹി ഇസ്ലാമിന്റെ അസാന്നിധ്യത്തിൽ ഇവര് തങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന ആഭരണങ്ങൾ ഒരുക്കി സാമിരി എന്ന പേരിൽ അറിയപ്പെടുന്ന അവരുടെ കൂട്ടത്തിൽ ഒരാള് അതുകൊണ്ട് ഒരു പശുക്കിടാവിന്റെ രൂപം ഉണ്ടാക്കി അത് ഒരു പ്രത്യേകതരം ശബ്ദം ഉണ്ടാക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. ഒരു ഹുവാർ സാധിക്കുന്ന ഒരു പശുക്കിടാവിന്റെ രൂപമാണ്. എന്നിട്ട് അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇതാണ് ഇസ്രായേലിൽ നിന്ന് നിങ്ങളെ രക്ഷപ്പെടുത്തിയ, അല്ലെങ്കിൽ ഈജിപ്തിൽ നിന്ന് മിസ്രിൽ നിന്ന് ഫറോവയുടെയും കിങ്കരന്മാരുടെയും പീഡനങ്ങളിൽ നിന്ന് നിങ്ങളെ രക്ഷപ്പെടുത്തി കൊണ്ടുവന്ന മൂസായുടെ ഇലാഹി ഇതാണ്, നിങ്ങൾ ഇതിനെയാണ് പൂജിക്കേണ്ടത്, നിങ്ങളുടെ ദൈവം ഇതാണ് എന്ന് പറഞ്ഞുകൊണ്ട് പരിചയപ്പെടുത്തിയതായിട്ടാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മൂസ അലൈഹിസ്സലാം അത് മറന്നുപോയതാണ് എന്ന വിധത്തിലാണ് മൂസ അലൈഹി ഇസ്ലാമിന്റെ അസാന്നിധ്യത്തിൽ ഈ പശുപൂജ അല്ലെങ്കിൽ പശുവിന്റെ പ്രതിമ ഉണ്ടാക്കിയിട്ട് അത് പൂജിക്കുന്ന സംഗതിയെ ബനൂ ഇസ്രായേൽ സമൂഹത്തിന് ആകർഷകമാക്കി കാണിച്ചു കൊടുത്തുകൊണ്ട് സാമിരി പറയുകയുണ്ടായിരുന്നു. ഈ സംഭവത്തില് യഥാർത്ഥത്തിൽ ബനൂ ഇസ്രായേൽ സമൂഹത്തിന്റെ കാര്യത്തില് ചുമതല ഏൽപ്പിക്കപ്പെട്ടിരുന്ന ആള് ഹാറൂൻ അലൈഹി ഇസ്ലാമാണ്. മൂസ അലൈഹി ഇസ്ലാമിന്റെ അസാന്നിധ്യത്തില് ആ സമൂഹത്തിന്റെ നേതൃത്വം ഹാറൂൻ അലൈഹി ഇസ്ലാമിനെയാണ് ഏൽപ്പിച്ചിരുന്നത്. ഹാറൂൻ അലൈഹി ഇസ്ലാം ഈ വിഷയത്തിൽ എന്താണ് ചെയ്തത് എന്നതാണ് ഇന്ന് നമ്മൾ വായിച്ചു വെച്ചിട്ടുള്ള ആയത്തുകളിൽ വ്യക്തമാക്കപ്പെടുന്നത്. ബൈബിളിലെ വിവരണത്തിൽ നിന്ന് തീർത്തും വ്യത്യസ്തമായ ഒരു കാര്യമായിട്ട് നമുക്കത് കാണാൻ കഴിയും. ബൈബിളിൽ നേരത്തെ നമ്മൾ സൂചിപ്പിക്കുകയുണ്ടായി, ഈ സാമിരി എന്ന പേരിലുള്ള ആള് മൂസ അലി ഇസ്ലാമിന്റെ കാലഘട്ടത്തിലുള്ള ഒരാളായിട്ട് ബൈബിളിൽ വരുന്നില്ല. ബൈബിളില് ഈ പശുപൂജ, ഈ പശുവിന്റെ രൂപം ഉണ്ടാക്കിയിട്ട് അതിനെ ആരാധിക്കുന്ന ഒരു സംഗതി ബനൂ ഇസ്രായേൽ സമൂഹത്തിന് പരിചയപ്പെടുത്തി കൊടുക്കുന്നത് ഹാറൂൻ അലൈഹി ഇസ്ലാം തന്നെയായിട്ടാണ് മനസ്സിലാകുന്നത്. ബൈബിളില് അങ്ങനെ ഒരു വിവരണമാണ് കാണാൻ സാധിക്കുന്നത്. മൂസ പോയിട്ട് കുറെ ആയല്ലോ, മൂസ തിരികെ ഒന്ന് കാണുന്നില്ലല്ലോ, മൂസ ഇല്ലാത്തത് കൊണ്ട് പക്ഷെ നമുക്ക് ആരാധനാ കർമ്മങ്ങൾ ചെയ്യാതിരിക്കാൻ പറ്റില്ല, അതുകൊണ്ട് നമുക്ക് അതിനു വേണ്ട സംവിധാനങ്ങൾ ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ അടുക്കൽ നിന്ന് അവരുടെ ആഭരണങ്ങളൊക്കെ വാങ്ങി അതൊരുക്കി അതുകൊണ്ട് ഒരു പശുക്കുട്ടിയുടെ രൂപം ഉണ്ടാക്കി അത് ഒരു പ്രത്യേക ശബ്ദമൊക്കെ ഉണ്ടാക്കുന്ന വിധത്തില്, എന്നിട്ട് ഇതാണ് ഈജിപ്തിൽ നിന്ന് നമ്മളെ രക്ഷപ്പെടുത്തിയിട്ടുള്ള ദൈവം, നിങ്ങളുടെ ദൈവം ഇതാണ്, മൂസായുടെ ദൈവവും ഇതാണ്, ഇതിനെയാണ് നിങ്ങൾ ആരാധിക്കേണ്ടത് എന്ന വിധത്തില് ഹാറൂൻ അലൈഹിസ്സലാം ബനൂ ഇസ്രായേൽ സമൂഹത്തോട് പറഞ്ഞു എന്നാണ് ബൈബിളിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ളത്.
എന്നാൽ ഇത് യഥാർത്ഥത്തില് ബൈബിളിൽ വന്ന പിൽക്കാലത്ത് കയറി കൂടിയിട്ടുള്ള വലിയൊരു കറപ്ഷൻ ആവാനാണ് സാധ്യത. അങ്ങനെ സാധ്യതയുള്ളൂ, മറിച്ചൊരു സാധ്യത അതിലില്ല. കാരണം ഹാറൂൻ അലൈഹി ഇസ്ലാം അള്ളാഹുവിന്റെ പ്രവാചകനാണ്. മൂസ അലൈഹി ഇസ്ലാമിനെ പോലെ തന്നെയുള്ള ദൗത്യം നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന, അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് ആളുകളെ ക്ഷണിച്ചുകൊണ്ടിരിക്കുന്ന പ്രവാചകൻ. ഒരിക്കലും തന്നെ അള്ളാഹുവിന്റെ ദൂതന്മാരിൽപ്പെട്ട ഒരാള് ആളുകളെ വിഗ്രഹാരാധകരാക്കി മാറ്റുന്ന വിധത്തിലുള്ള ഒരു കാര്യത്തിലേക്ക് പോവുകയില്ല. ഒരു സാധ്യത എങ്ങനെ ബൈബിളിൽ ഇത് കയറിക്കൂടി എന്നത് പരിശോധിക്കുമ്പോൾ നമുക്ക് ഒരുപക്ഷെ മനസ്സിലാക്കാൻ ഒരു സാധ്യതയായിട്ട് കാണുന്നത് ഹാറൂൻ എന്ന് തന്നെ, അല്ലെങ്കിൽ അഹരോൻ എന്ന പേരുള്ള ഒരാളായിരുന്നിരിക്കണം ഈ പരാമർശിക്കപ്പെട്ട സാമിരി അല്ലെങ്കിൽ സമരിയക്കാരൻ. ആ സമരിയക്കാരന്റെ പേര്, പേഴ്സണൽ നെയിം ഹാറൂൻ എന്നായിരിക്കണം. ആ പേരിന് ഇപ്പൊ യാതൊരു പരാമർശവും ഖുർആനിലൊന്നുമില്ല. അങ്ങനെ സമരിയക്കാരൻ എന്നുള്ള ഒരു പ്രയോഗം മാത്രമേ ഉള്ളൂ. പക്ഷെ എങ്ങനെയാണ് ഈ ഹാറൂൻ എന്ന പേര് പരാമർശിച്ചുകൊണ്ട് അയാളാണ് ഇത് ചെയ്തത് എന്നത് ബൈബിളില് സൂചിപ്പിക്കപ്പെട്ടതിന് അതിന്റെ പശ്ചാത്തലം എന്തായിരിക്കണം എന്നുള്ളത് വിലയിരുത്തിയാൽ ഒരുപക്ഷെ ഇങ്ങനെ ഒരു സാധ്യത ഉണ്ടാകാം എന്ന് മനസ്സിലാക്കാൻ പറ്റുമെന്നേ ഉള്ളൂ. എന്തായാലും അത് ഒരു കാരണവശാലും അള്ളാഹുവിന്റെ ദൂതൻ ഹാറൂൻ അലൈഹി ഇസ്ലാം ആയിരുന്നില്ല എന്നത് യാതൊരു സംശയമില്ലാത്ത, തർക്കമില്ലാത്തൊരു കാര്യമാണ്. യഥാർത്ഥത്തിൽ എന്നിട്ട് ഓറിയന്റലിസ്റ്റുകളും അതുപോലെ മിഷനറിമാരും ഒക്കെ തന്നെ, ക്രിസ്ത്യൻ മിഷനറിമാരും ഒക്കെ തന്നെ ഖുർആൻ ചരിത്രപരമായി തെറ്റായ കാര്യമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് ആരോപണം ഉന്നയിക്കുകയാണ് ചെയ്യുന്നത്. ബൈബിളിനോട് വിയോജിച്ചുകൊണ്ടുള്ള ചില കാര്യങ്ങൾ ഇത് സംബന്ധമായിട്ട് ഖുർആൻ പറയുന്ന കാരണമായിട്ട്. യഥാർത്ഥത്തിൽ ആ പിഴവ് ബൈബിളിലാണ് സംഭവിച്ചിട്ടുള്ളത് എന്നതാണ് വ്യക്തമാവുന്നത്. ഹാറൂൻ അലൈഹി ഇസ്ലാം അള്ളാഹുവിന്റെ ദൂതൻ ഒരിക്കലും തന്നെ ഈ കാര്യം ചെയ്യുകയില്ല. മാത്രമല്ല, പിന്നീട് മൂസ അലൈഹി ഇസ്ലാം തിരിച്ചു വന്നതിന് ശേഷം ഈ പശുക്കിടാവിനെ ഉണ്ടാക്കി ആരാധിക്കാൻ തുടങ്ങിയ ആളുകൾക്കെതിരിൽ അള്ളാഹുവിന്റെ നിർദ്ദേശപ്രകാരം നടപടി ഉണ്ടായപ്പോ അതില് ഹാറൂൻ അലൈഹി ഇസ്ലാമിന്റെ പേര് കാണുന്നില്ല. അത് അങ്ങനെ ഒരു സംഗതിയിലേക്ക് ആളുകളെ പ്രേരിപ്പിച്ചു കൊണ്ടുപോയ ആള് ഹാറൂൻ അലൈഹി ഇസ്ലാം ആണെങ്കിൽ ആ നടപടി ഒന്നാമതായി അർഹിക്കുന്നത് ഹാറൂൻ അലൈഹി ഇസ്ലാം ആണല്ലോ. പക്ഷെ അങ്ങനെ ഒരു പേര് അവിടെ പരാമർശിക്കപ്പെട്ടു കാണുന്നില്ല. അതുപോലെ ബനൂ ഇസ്രായേൽ സമൂഹത്തിന് ബൈബിൾ സൂചന പ്രകാരം അവരിലെ 3000-ഓളം ആളുകളാണ് ആ ശിക്ഷ ഏറ്റുവാങ്ങി മരണമടയുന്നത്. ഈ പശു പൂജ ചെയ്തതിന്റെ പേരിൽ, മൂസ അലൈഹി ഇസ്ലാമിന്റെ അസാന്നിധ്യത്തില് സ്വർണമൊരുക്കി പശുവിനെ ഉണ്ടാക്കി പൂജിച്ചതിന്റെ പേരിൽ അതിലുള്ള ശിക്ഷാ നടപടി നടപ്പിലാക്കിയപ്പോൾ 3000-ഓളം പേരാണ് പരസ്പരം ഈ ശിക്ഷ നടപ്പിലാക്കിക്കൊണ്ട് മരിച്ചു വീഴുന്നത്. ആ കൂട്ടത്തിലും ഹാറൂൻ അലൈഹി ഇസ്ലാം ഇല്ല. മാത്രവുമല്ല, പിന്നീട് ബൈബിളിന്റെ വിവരണം അനുസരിച്ച് ഹാറൂൻ അലൈഹി ഇസ്ലാം അങ്ങനെ ജനങ്ങളെ വഴിതെറ്റിച്ച ഒരാളായിട്ടുള്ള സൂചനയല്ല ഉള്ളത്. മറിച്ച് ഈ ബൈബിളിലെ വിവരണം അനുസരിച്ച് ബനൂ ഇസ്രായേൽ സമൂഹത്തിന്റെ പിൽക്കാലത്തുള്ള നേതൃത്വം തന്നെ, അവരുടെ പുരോഹിതന്മാര് അതുപോലെ മതപരമായ ചുമതല ഉണ്ടായിരുന്ന ആളുകളൊക്കെ തന്നെ ഹാറൂൻ അലൈഹി ഇസ്ലാമിന്റെ പിന്മുറക്കാരിൽ നിന്നാണ് വന്നിട്ടുള്ളത് എന്നാണ് സൂചിപ്പിക്കുന്നത്. അപ്പൊ ബൈബിളിന്റെ വിവരണങ്ങളില് ഇങ്ങനെ പല വൈരുദ്ധ്യങ്ങളുണ്ട്. ഹാറൂൻ അലൈഹി ഇസ്ലാമാണ് പശുവിനെ ഉണ്ടാക്കി പൂജിക്കാൻ ജനങ്ങൾക്ക് നേതൃത്വം കൊടുത്തതെങ്കിൽ ഒരിക്കലും തന്നെ അതിന്റെ പേരിൽ ആ സമൂഹത്തിലെ കുറ്റവാളികളെ ശിക്ഷിച്ചതിന് ശേഷം ഹാറൂൻ അലൈഹി ഇസ്ലാമും അദ്ദേഹത്തിന്റെ പിന്മുറക്കാരും
വീണ്ടും ബനു ഇസ്രായേലിന്റെ അവരെ നയിക്കുന്ന ആളുകളായി മാറുക എന്നത് സാധ്യമല്ല. അപ്പൊ ഇങ്ങനെ ഒരുപാട് വൈരുദ്ധ്യങ്ങള് ബൈബിൾ ഈ സംഭവങ്ങൾ വിവരിക്കുന്നതിൽ കാണാൻ സാധിക്കും. ഇവിടെ മറ്റൊരു ചിത്രമാണ് ഇത് സംബന്ധമായിട്ട് ഖുർആൻ വരച്ചു കാണിക്കുന്നത്. മൂസ അലൈഹി ഇസ്ലാം കൂടെ ഉണ്ടായിരുന്നില്ലാത്ത ആ ഘട്ടത്തിലാണല്ലോ സാമ്യരി ജനങ്ങളുടെ ആഭരണങ്ങളൊക്കെ വാങ്ങി ഒരുക്കിയിട്ട് അതുകൊണ്ട് പശുക്കുട്ടിയെ ഉണ്ടാക്കി ആരാധിക്കാൻ അവരോട് പറയുകയുണ്ടായത്. ഒരു ശബ്ദം ഉണ്ടാക്കുന്ന പശുക്കുട്ടിയെ ഉണ്ടാക്കി കൊടുത്തിട്ട് അത് ഇതാണ് നിങ്ങളുടെ ദൈവം, ഈ ദൈവമാണ് നിങ്ങളെ മിസ്രയേം ദേശത്ത് നിന്ന്, ബൈബിൾ മലയാളത്തിൽ എങ്ങനെ കാണാം, മിസ്രയേം ദേശത്ത് നിന്ന് നിങ്ങളെ രക്ഷപ്പെടുത്തി കൊണ്ടുവന്നത്, മൂസായുടെ ദൈവവും ഇത് തന്നെയാണ്, മൂസ മറന്നുപോയതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ജനങ്ങളെ പ്രേരിപ്പിക്കുന്നത്. ഈ സന്ദർഭത്തില് ഹാറൂൻ അലൈഹി ഇസ്ലാം അവർക്കിടയിലുണ്ട്. ഹാറൂൻ അലൈഹി ഇസ്ലാമിന് പക്ഷേ മൂസ അലൈഹി ഇസ്ലാം എടുക്കുന്ന പോലെയുള്ള തീരുമാനങ്ങളോ നടപടിയോ ഒന്നും എടുക്കാനുള്ള ചുമതലയോ അധികാരമോ ഉണ്ടായിക്കൊള്ളണം എന്നില്ല. പക്ഷെ ഹാറൂൻ അലൈഹി ഇസ്ലാം ആ വ്യതിചലനം ഉണ്ടായപ്പോ അതിൽ ഇടപെടുകയും സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. അതാണ് ഖുർആൻ ഇവിടെ പറയുന്നത്. ഹാറൂൻ അലൈഹി ഇസ്ലാം അല്ല ഈ വിഗ്രഹ പൂജക്ക്, ഈ പശുവിന്റെ പ്രതിമ ഉണ്ടാക്കി പൂജിക്കുന്ന പരിപാടിക്ക് നേതൃത്വം കൊടുത്തത് എന്നത് 100% വ്യക്തമാണ്. വലഖദ് ഖാല ലഹും ഹാറൂൻ എന്ന് നമ്മൾ വായിച്ച ആയത്തുകൾ തുടങ്ങുന്ന അങ്ങനെയാണ്. ഹാറൂൻ അവരോട് പറയുകയുണ്ടായിട്ടുണ്ട്, മിൻ ഖബൽ, നേരത്തെ തന്നെ. എന്ന് പറഞ്ഞ മൂസ അലൈഹിസ്സലാം അവരുടെ അടുക്കലേക്ക് തിരികെ എത്തുന്നതിന് മുമ്പ് തന്നെ ഹാറൂൻ അലൈഹി ഇസ്ലാം അവരോട് താക്കീതായിട്ട് സംസാരിച്ചിട്ടുണ്ട്. ആ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് അവരോട് സംസാരിച്ചിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്, യാ ഖൗമി, എന്റെ കൂട്ടരെ, എന്റെ നാട്ടുകാരെ, അല്ലെങ്കിൽ എന്റെ ജനങ്ങളെ, ഇന്നമാ ഫുതിൻതും ബിഹി, നിങ്ങൾ ഇതുവഴി പരീക്ഷിക്കപ്പെട്ടിരിക്കുകയാണ്. ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത് നിങ്ങൾക്കൊരു വലിയ പരീക്ഷണമായിട്ട് മാത്രമാണ്. നിങ്ങൾ അത് തിരിച്ചറിയണം. നിങ്ങളിപ്പോ വലിയൊരു അബദ്ധത്തിൽ ചെന്ന് ചാടുകയാണ്. ഇത് നിങ്ങൾക്കുള്ള ഒരു വലിയ പരീക്ഷണമാണ്. വൈന്ന റബ്ബക്കുമുർ റഹ്മാൻ, ഒരു കാരണവശാലും നിങ്ങളുടെ റബ്ബ് ഈ വിഗ്രഹമല്ല, ഈ പശുക്കിടാവല്ല, മറിച്ച് ഇന്ന റബ്ബക്കുമുർ റഹ്മാൻ, കാരുണ്യവാനായ ഒരു പ്രപഞ്ചനാഥനുണ്ട്, അവനാണ് നിങ്ങളുടെ റബ്ബ്. ഒരു കാരണവശാലും നിങ്ങൾ സ്വർണം ഒരുക്കിയുണ്ടാക്കിയ ഈ പശുക്കുട്ടിയുടെ രൂപമല്ല നിങ്ങളുടെ റബ്ബ്, മറിച്ച് ഇന്ന റബ്ബക്കുമുർ റഹ്മാൻ, നിങ്ങളുടെ റബ്ബ്, നിങ്ങളുടെ നാഥൻ കാരുണ്യവാനായ റബ്ബാണ്. വിശുദ്ധ ഖുർആനിൽ പലയിടത്തും അർ റഹ്മാൻ എന്ന വിശേഷണം അള്ളാഹു എന്നതിന് പകരമായിട്ട് ഉപയോഗിച്ചതായിട്ട് കാണാൻ കഴിയും. അള്ളാഹു എന്ന പേര് ഉപയോഗിക്കുന്നതിന് പകരമായിട്ട് ഖുർആനിൽ പലയിടത്തും ഉപയോഗിച്ചിരിക്കുന്ന പേര് അർ റഹ്മാൻ എന്നതാണ്. അള്ളാഹുവിന് ധാരാളം വിശേഷണ നാമങ്ങളുണ്ട്. പക്ഷെ ഈ നാമങ്ങളില് ഏറ്റവും പ്രാധാന്യപൂർവം ഉപയോഗിക്കപ്പെടുന്നതും അള്ളാഹു എന്ന വാക്കിന് പകരമാവട്ടെ എന്ന നിലക്ക് ഉപയോഗിക്കുന്നതും, നിങ്ങൾ അള്ളാഹു എന്നല്ലെങ്കിൽ അർ റഹ്മാൻ എന്ന് വിളിച്ചോളൂ എന്ന് പറയുകയൊക്കെ ചെയ്യുന്ന വിധത്തിൽ നമുക്ക് ഖുർആനിൽ കാണാൻ കഴിയും. അപ്പൊ അർ റഹ്മാൻ എന്നതാണ് അള്ളാഹുവിനുള്ള മറ്റൊരു പേരായിട്ട്, അള്ളാഹു എന്ന പേര് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും സുപ്രധാനമായ പേരായിട്ട് ഖുർആൻ പരിചയപ്പെടുത്തുന്നത്. ഹാറൂൻ അലൈഹിസ്സലാം തന്റെ ആളുകളോട് പറഞ്ഞത്, കൂട്ടരെ, ഇത് നിങ്ങൾക്കുള്ള ഒരു പരീക്ഷണമാണ്. ഒരു സംശയമില്ല കാര്യത്തിൽ, നിങ്ങൾ അതിൽ ചെന്ന് ചാടരുത്, വിഡ്ഢികളാവരുത്. യഥാർത്ഥത്തിൽ ഈ സാമ്യരി ഉരുട്ടി ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുള്ള ഈ സാധനം, ഇത് അല്ല നിങ്ങളുടെ റബ്ബ്. നിങ്ങളുടെ റബ്ബ് കാരുണ്യവാനായ പ്രപഞ്ചനാഥനാണ്. അതാണ് നിങ്ങളുടെ റബ്ബ്. നിങ്ങളെ സൃഷ്ടിച്ച, നിങ്ങൾക്ക് ജീവിത വിഭവങ്ങൾ തന്നിട്ടുള്ള, നിങ്ങൾക്ക് ജന്മപരമായ സ്വത്വപരമായ ഉണ്മയും
പല വൈഭവങ്ങളും കഴിവുകളും ഒക്കെ തന്നിട്ടുള്ള റബ്ബുണ്ട്. ആ റബ്ബാണ് നിങ്ങളുടെ റബ്ബ്. അതല്ലാത്ത റബ്ബൊന്നും നിങ്ങൾക്കില്ല. ഫത്തബിഊനി, അതുകൊണ്ട് നിങ്ങൾ എന്നെ അനുഗമിക്കുക, ഞാൻ പറയുന്ന വിധത്തിൽ ചെയ്യുക, എന്റെ മാർഗം പിൻപറ്റുക. വഅതിഉ അംരി, എന്റെ കൽപ്പനകളും ശാസനകളും അനുസരിക്കുക. വഅതിഉ അംരി, നിങ്ങൾ എന്നെ ഫോളോ ചെയ്യുക, ഞാൻ പറയുന്നത് കേട്ടനുസരിച്ചുകൊണ്ട് എന്നോടൊപ്പം നിലക്കൊള്ളുക. അതാണ് നിങ്ങൾ ചെയ്യേണ്ടത് എന്നാണ് ഹാറൂൻ അലൈഹിസ്സലാം അവരോട് പറയുണ്ടായത്. ഇത് പറയുന്ന ഹാറൂൻ അലൈഹിസ്സലാം ഒരിക്കലും തന്നെ പശുക്കിടാവിന്റെ രൂപം ഉണ്ടാക്കിയിട്ട് അതിനെ പൂജിക്കാൻ വേണ്ടി ജനങ്ങളോട് പറയില്ല. ബൈബിളില് ഏതോ ഘട്ടത്തിൽ വന്നു ചേർന്നിട്ടുള്ള ഈ ഭീകരമായ പിഴവ്, ആ പിഴവിന് പശ്ചാത്തലവും സാഹചര്യമൊക്കെ ഞാൻ സൂചിപ്പിക്കുകയുണ്ടായി. ഒരുപക്ഷെ സാമിരിയുടെ പേര് ഹാറൂൻ എന്നായിരുന്നിരിക്കണം. ഹാറൂൻ എന്ന ആ സാമിരിയുടെ പേരും ഹാറൂൻ അലൈഹിസ്സലാം എന്ന പ്രവാചകനും തമ്മിൽ ബൈബിളിനെ പുനർരചന നടത്തിയ ആളുകൾക്ക് ഉണ്ടായിട്ടുള്ള ആശയക്കുഴപ്പത്തിൽ നിന്നാവണം ഒരുപക്ഷെ ഈ തെറ്റ് വന്നിട്ടുണ്ടാവുക. എന്തായാലും ഖുർആൻ പരാമർശിക്കുന്ന മൂസ അലൈഹി ഇസ്ലാമിന്റെ ജ്യേഷ്ഠ സഹോദരനായ ഹാറൂൻ അലൈഹി ഇസ്ലാം അല്ല ഒരിക്കലും തന്നെ ഈ പാതകം ചെയ്തിട്ടുള്ളത്. ബനു ഇസ്രായേലിനെ പശുക്കിടാവിനെ പൂജിക്കാൻ വേണ്ടി പ്രേരിപ്പിച്ചത് ഹാറൂൻ അലൈഹി ഇസ്ലാം അല്ല എന്നത് തീർച്ചയാണ്. ബൈബിളിലെ ആ പരാമർശങ്ങളെ തിരുത്തുന്ന വിധത്തിലും ആ തെറ്റായ വിവരണത്തെ അതിന്റെ ശരിയായ രീതിയിൽ അതിനെ മാറ്റിക്കൊണ്ട് വിവരിക്കുകയൊക്കെ ചെയ്യാണ് ഖുർആൻ ഇവിടെ. അപ്പോ മൂസ അലൈഹി ഇസ്ലാമിന്റെ അസാന്നിധ്യത്തിൽ ജനങ്ങൾ ഈ മാർഗഭ്രംശം കാണിക്കുന്ന ഘട്ടത്തില് ഹാറൂൻ അലൈഹി ഇസ്ലാം അതിൽ ഇടപെട്ടുകൊണ്ട് അവരോട് സംസാരിക്കുകയാണ്. യാ ഖൗമി ഇന്നമാ ഫുതിൻതും ബി, എന്റെ ആളുകളെ, എന്റെ നാട്ടുകാരെ, എന്റെ കൂട്ടരെ, നിങ്ങൾ വലിയൊരു പരീക്ഷണത്തിൽ അകപ്പെട്ടിരിക്കുകയാണ്. വൈന്ന റബ്ബക്കുമുർ റഹ്മാൻ, തീർച്ചയായിട്ടും നിങ്ങളുടെ നാഥൻ കാരുണ്യവാനായ പ്രപഞ്ചനാഥനാണ്. ഫത്തബിഊനി, അതുകൊണ്ട് നിങ്ങൾ എന്നെ അനുഗമിക്കുക, എന്നെ പിന്തുടരുക. വഅതിഉ അംരി, ഞാൻ നൽകുന്ന ശാസനകളെ നിങ്ങൾ അനുസരണയോടുകൂടി ശിരസ്സേൽക്കുകയും ചെയ്യുക, അത് നടപ്പിലാക്കുക. ഞാൻ നൽകുന്ന നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് നിങ്ങൾ എന്നെ പിൻപറ്റുക. ഇത് പറഞ്ഞപ്പോ ബനു ഇസ്രായേൽ ഹാറൂൻ അലൈഹിസ്സലാമിനോട് പറയുന്നത് ഇങ്ങനെയാണ്. ഖാലു, അവരിങ്ങനെ മറുപടി നൽകി. ലൻ നബ്രഹ അലൈഹി ആകിഫീൻ, ഞങ്ങള് ഈ വിഗ്രഹത്തിനുള്ള പൂജയിൽ തന്നെ തുടരും. ഞങ്ങൾ ഇതിന് ആക്കിഫുകളായിട്ട് ഈ പശുക്കിടാവിന് ആരാധനകൾ അർപ്പിച്ചുകൊണ്ട് തന്നെ അതിൽ തന്നെ തുടരും. ഹത്തായി എർജിഅ ഇലൈന മൂസ, മൂസ ഞങ്ങളുടെ അടുക്കിലേക്ക് മടങ്ങിയെത്തുന്നത് വരെ, മൂസ അലൈഹി ഇസ്ലാം തിരികെ എത്തുന്നത് വരെ ഏതായാലും ഞങ്ങളുടെ പോളിസിയിൽ മാറ്റം വരുത്തുന്നില്ല. ഏതായാലും ഇതിപ്പോ ഞങ്ങൾ തുടങ്ങിയല്ലോ, ഇതൊരു നല്ല കാര്യമാണെന്ന് കരുതിയിട്ടാണ് ഞങ്ങൾ തുടങ്ങിയിട്ടുള്ളത്. ഇനിയിപ്പോ അത് പെട്ടെന്ന് അങ്ങ് നിർത്തുന്നില്ല. മൂസ തിരിച്ചു വരട്ടെ. മൂസ അലൈഹി ഇസ്ലാം തിരികെ എത്തുന്നത് വരെ, അപ്പോ കാര്യങ്ങളിൽ ഒരു തീർപ്പുണ്ടാവുമല്ലോ അന്നേരം. ഇതിന്റെയൊക്കെ ആള് മൂസ അലൈഹി ഇസ്ലാം ആണല്ലോ. അപ്പൊ മൂസ അലൈഹി ഇസ്ലാം തിരിച്ചു വരുന്നത് വരെ ഞങ്ങള് ഈ പശുപൂജ ചെയ്തുകൊണ്ട് തന്നെ, ഈ വിഗ്രഹത്തിനെ ആരാധിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോവുകയാണ്. മൂസ തിരിച്ചു വരുന്നത് വരെയാണ് ഞങ്ങൾ അത് ചെയ്തുകൊണ്ടിരിക്കും. മൂസ വരട്ടെ, എന്നിട്ട് കാര്യങ്ങളിൽ ഒരു തീരുമാനമാവുമ്പോൾ നമുക്ക് അതിനനുസരിച്ച് നീങ്ങാം. ഇതാണ് ബനു ഇസ്രായേൽ ഹാറൂൻ അലൈഹി ഇസ്ലാമിനോട് പ്രതികരിച്ചത്. ഹാറൂൻ അലൈഹി ഇസ്ലാം അള്ളാഹുവിന്റെ ദൂതൻ എന്നുള്ള നിലക്കും മൂസ അലൈഹി ഇസ്ലാമിന്റെ അസാന്നിധ്യത്തിൽ അദ്ദേഹത്തിന്റെ ചുമതല നിർവഹിക്കുന്ന ആള് എന്നുള്ള നിലക്കൊക്കെ ഇടപെട്ടുകൊണ്ട് തന്റെ സമൂഹത്തോട് സംസാരിച്ചപ്പോൾ ഉണ്ടായ പ്രതികരണമാണ്. യഥാർത്ഥത്തിൽ ഹാറൂൻ അലൈഹി ഇസ്ലാം ദുർബലനായി പോയി ആ ഘട്ടത്തില് എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അദ്ദേഹത്തിന് ജനങ്ങളെ പൂർണ്ണമായിട്ട് നിയന്ത്രിച്ച് ശരിയായ വഴിയിൽ കൊണ്ടുപോകാൻ സാധിച്ചില്ല എന്നതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. തുടർന്ന്
ഹാറൂൻ അലൈഹി ഇസ്ലാമിനോട് മൂസ അലൈഹി ഇസ്ലാം സംസാരിക്കുന്ന ഒരു രംഗവും വിവരിക്കപ്പെടുന്നുണ്ട്. അപ്പൊ എന്താണ് സംഭവിച്ചതെന്നുള്ളത് കൂടുതൽ വ്യക്തമാകും ആ ആയത്തുകൾ നമുക്ക് വായിക്കാൻ അവസരം ഉണ്ടാകും. ഇന്നത്തെ സെഷൻ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ചില ചോദ്യങ്ങൾ വന്നത് ശ്രദ്ധയിൽ കൊണ്ടുവരാണ്. ഇന്നലത്തെ ഒരു വിശദീകരണത്തിനോട് പ്രതികരിച്ചുകൊണ്ട് ഒരു സംഗതി കാണുകയുണ്ടായത്, ഈ ആഭരണങ്ങൾ ഒരുക്കിയിട്ട് ഇഷ്ടികയും അല്ലെങ്കിൽ ബ്ലോക്ക് ആക്കിയിട്ട് സ്വർണ്ണക്കട്ടിയാക്കിയിട്ട് അല്ലെങ്കിൽ ഒരു സ്വർണം കൊണ്ടുള്ള വടിയൊക്കെ ആക്കിയിട്ട് മാറ്റാൻ ആണ് അവര് തുടക്കത്തിൽ തുനിഞ്ഞത് എന്നൊരു സംഗതി പറഞ്ഞിരുന്നല്ലോ. അതൊരു സാധ്യത മാത്രമാണ്. അത് യുക്തിപരമായി സ്വീകാര്യമല്ല, അല്ലെങ്കിൽ യുക്തിപരമായിട്ട് ശരിയായി തോന്നുന്നില്ല എന്നാണ് നമ്മൾ ഗ്രൂപ്പിൽ ഒരു പ്രതികരണം ആയിട്ട്, ഗ്രൂപ്പിലോ പേഴ്സണലായിട്ട് അയച്ചതാണെന്ന് തോന്നുന്നത്, ഒരു പ്രതികരണം കിട്ടിയിട്ടുള്ളത്. സയ്യിദ് തങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായ ഒരു പ്രതികരണമാണ് അത്. വെറും ഒരു വിശദീകരണം മാത്രമാണ് മുഫസ്സിറുകൾ കൊടുക്കുന്നത്. അങ്ങനെ ഒരു സാധ്യത ആയിരിക്കണം. കാരണം ഇവര് പറയുന്നത് ഞങ്ങള് സ്വയം മുൻകൈ എടുത്തുകൊണ്ടല്ല ഈ ആഭരണങ്ങൾ ഒരുക്കി ഈ പശുക്കിടാവിനെ ഉണ്ടാക്കി അതിനെ പൂജിക്കാൻ തുടങ്ങിയിട്ടുള്ളത്. മറിച്ച് സാമിരി അതിന് നേതൃത്വം കൊടുത്തുകൊണ്ട് വരികയാണ് ചെയ്തത്. അപ്പൊ ഞങ്ങളൊക്കെയും ഞങ്ങളുടെ ആഭരണങ്ങള് തീയിലേക്ക് എറിഞ്ഞു. സാമിരിയും അതുപോലെ അയാളുടെ കയ്യിലുണ്ടായിരുന്ന ആഭരണങ്ങൾ തീയിലെറിഞ്ഞു. അത് ഒരുക്കിയെടുത്ത് അത് ഒരു പശുക്കിടാവിന്റെ രൂപം അയാൾ അതിൽ നിന്നുണ്ടാക്കി അതൊരു ശബ്ദം ഉണ്ടാക്കുന്നുണ്ടായിരുന്നു എന്നാണ് ഖുർആൻ വിവരിച്ചിട്ടുള്ളത്. അപ്പൊ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവുമ്പോൾ തുടക്കത്തിൽ തന്നെ പശുക്കിടാവിനെ അതിന്റെ രൂപം ഉണ്ടാക്കി തരാം എന്ന് പറഞ്ഞുകൊണ്ട് ആളുകളെ അതിലേക്ക് കൊണ്ടുവന്നതല്ല. ഞങ്ങളാരും അങ്ങനെ പശുവിനെ ഉണ്ടാക്കാൻ വേണ്ടി ഏൽപ്പിച്ചതല്ല. പശുക്കിടാവിന്റെ രൂപം ഉണ്ടാക്കിയിട്ട് അതിനെ പൂജിക്കാൻ നിങ്ങൾക്ക് സൗകര്യം ചെയ്തു തരാം എന്ന് പറഞ്ഞുകൊണ്ട് സാമിരി തുടങ്ങിയതോ അല്ല എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. വേറെന്തോ ഒരു കാരണം പറഞ്ഞുകൊണ്ട് അവർക്ക് സ്വീകാര്യമായി തോന്നുന്ന ഒരു കാരണം പറഞ്ഞുകൊണ്ടാണ് പശുവിനെ ഈ ആഭരണങ്ങളെ ഒരുക്കാനുള്ള സാഹചര്യം സാമിരി ഉണ്ടാക്കിയിട്ടുള്ളത് എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. സ്വാഭാവികമായിട്ടും അവർക്ക് യാത്രയിൽ പ്രയാസകരമായി അവരുടെ കയ്യിൽ ഉണ്ടായിരുന്ന ആ ആഭരണങ്ങളുടെ ഭാണ്ഡങ്ങൾ അത് കൈകാര്യം ചെയ്യാൻ കൊണ്ടുപോകാൻ ഒരു എളുപ്പം ആകുന്ന വിധത്തില് എന്തോന്ന് ചെയ്യാം എന്ന് സജസ്റ്റ് ചെയ്തിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട്. അത്രയേ ഉള്ളൂ. അത് ഖുർആനിൽ അങ്ങനെ പരാമർശമില്ല. അതുപോലെ ബൈബിളിലും അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് ഒന്ന് പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. അത് എങ്ങനെയായിരിക്കണം ആഭരണങ്ങൾ ഒരുക്കുക എന്നുള്ള ഒരു സംഗതിയിലേക്ക് അവർ വന്നത് എന്ന ഒരു സാഹചര്യം വിശദീകരിക്കാൻ വേണ്ടി നൽകിയിട്ടുള്ള ഒരു വിവരണമാണ്. അതും ചില മുഫസ്സിറുകൾ അങ്ങനെ ചൂണ്ടിക്കാണിക്കുന്നു എന്നേ ഉള്ളൂ. അത് വസ്തുത ആയിക്കൊള്ളണമെന്നില്ല, ഒരു അനുമാനം മാത്രമാണ്. എന്തോ ഒരു കാരണം പറഞ്ഞുകൊണ്ട് ഈ ആഭരണങ്ങൾ ഒരുക്കാൻ അവര് സന്നദ്ധരായി. എല്ലാവരും അതിൽ സഹകരിച്ചു. സാമിരിയും അതിൽ കൊണ്ടുപോയി ആഭരണങ്ങൾ ഇട്ടു. കൂടെ ഉണ്ടായിരുന്ന ബനൂ ഇസ്രായേലരൊക്കെയും തന്നെ ഇട്ടു. പിന്നെ ഉണ്ടാവുന്നത് സാമിരിയുടെ ഒരു ഞെട്ടിക്കുന്ന ഇടപെടലാണ്. സാമിരി പറയുന്നത്, എനിക്ക് ആഭരണങ്ങൾ ഒരുക്കുക എന്നുള്ള ഒരു സാധാരണമായ സംഗതി പോലും അറിയുന്ന ഒരാളൊന്നും അല്ല ഞാൻ അതിന്റെ ആളൊന്നും അല്ല. പക്ഷെ ഇപ്പൊ അത് ഒരുക്കി നോക്കിയപ്പോ അതിന്ന് ഒരു പശുവിന്റെ രൂപത്തിലുള്ള ഒരു ഒരു സംഗതിയാണ് ഉണ്ടായി വന്നിട്ടുള്ളത്. അതിനിങ്ങനെ ഒരു ശബ്ദം ഉണ്ടാക്കുന്ന ഒരു പ്രത്യേകതയുണ്ട്. അത് ദൈവം സ്വയം അവതരിച്ചതാണ് ഈ രൂപത്തില് എന്നൊക്കെയുള്ള വിധത്തിൽ പറഞ്ഞുകൊണ്ടാണ് ആളുകളെ പറ്റിക്കുന്നത്. അപ്പോ അത് ബനൂ ഇസ്രായേൽ സമൂഹം ഈ തുടക്കത്തില് അങ്ങനെ ആഭരണങ്ങൾ ഒരുക്കുക എന്നുള്ള ആശയം മുന്നോട്ട് വെക്കപ്പെട്ടപ്പോ അങ്ങനെ ഒരു ടേൺ ഔട്ട് കാര്യങ്ങൾക്ക് ഉണ്ടാവും എന്നത് കണക്ക് കൂട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങളാരും അങ്ങനെ ഉദ്ദേശിച്ചുകൊണ്ട് ചെയ്തതല്ല. സാമിരി അത് ചെയ്തപ്പോ അതിന്നൊരു പശുക്കിടാവ് ഉണ്ടായി വന്ന ഒരു സാഹചര്യത്തിൽ ഞങ്ങൾ അതിനോട് അത് ശരിയായിരിക്കും എന്ന് ധരിച്ചുകൊണ്ട് അതിൽ കൂടെ കൂടിയതാണ് എന്നൊരു വിശദീകരണമാണ്
നാട്ടുകാര് അല്ലെങ്കിൽ ബനൂ ഇസ്രായേൽ സമൂഹം മൂസ അലൈഹി ഇസ്ലാം തിരിച്ചു വന്നപ്പോ നൽകുന്നത്. അപ്പൊ ഇതിന്റെ ഒരു പശ്ചാത്തലം വിവരിക്കുന്നതിന്റെ ഭാഗമായിട്ട് ആ കാര്യം സൂചിപ്പിച്ചു എന്നേ ഉള്ളൂ. അത് വസ്തുതാപരം ആയിക്കൊള്ളണം എന്നില്ല. അത് ഒരു സാധ്യത മാത്രമാണ്. അങ്ങനെയുള്ള വേറെയും ഒരുപാട് സാധ്യതകൾ നമുക്ക് അത് സംബന്ധമായിട്ട് ആലോചിക്കാവുന്നതാണ്. അത്രയേ ഉള്ളൂ. എങ്ങനെ എന്ത് പറഞ്ഞുകൊണ്ടാണ്, എന്ത് പ്രിടെക്സ്റ്റിലാണ് ഈ ആഭരണങ്ങള് ഒരുക്കുക എന്നൊരാശയത്തിലേക്ക് അവർ പോയത്, അവരെത്തിയത് എന്നൊക്കെ കാണിക്കുന്ന ഒരു വിശദീകരണം എന്ന് മാത്രമേ അതിന് പ്രാധാന്യമുള്ളൂ. ചില ചോദ്യങ്ങൾ ഇവിടെ ഉള്ളത്, മനുഷ്യരുമായി ദൈവത്തിന് ഉടമ്പടി എന്നൊക്കെ ഉള്ളത് വിശ്വാസയോഗ്യമാണോ എന്നാണ് ഒരു ചോദ്യം. നേരത്തെ നമ്മൾ ചർച്ച ചെയ്ത ആയത്തുകളുടെ കൂട്ടത്തില് ഫാഖ്ലഫ്തും മൗഇദി എന്നൊക്കെയുള്ള പ്രയോഗം കാണാൻ പറ്റും. എന്റെ ഉടമ്പടി, ഞാനുമായുള്ള നിശ്ചയം, കരാറ് എന്നൊക്കെയുള്ള പരാമർശങ്ങൾ അതിൽ വിശദീകരണത്തിൽ വന്നിട്ടുണ്ട്. അതിന്റെ മുമ്പും അത്തരം പ്രയോഗങ്ങൾ കാണാൻ പറ്റും. അപ്പൊ അള്ളാഹുവിന് മനുഷ്യരുമായിട്ട് ഇങ്ങനെ ഉടമ്പടി ഉണ്ടാകുമോ എന്നതാണ് ഇവിടെ ഉന്നയിക്കപ്പെട്ടിട്ടുള്ള ഒരു ചോദ്യം. അള്ളാഹുവിന് പ്രവാചകന്മാരിൽ നിന്ന് അള്ളാഹു ഉടമ്പടി സ്വീകരിച്ച കാര്യം ഖുർആൻ പലയിടത്തും പറയുന്നുണ്ട്. മൂസ അലൈഹി ഇസ്ലാമുമായുള്ള കൂടിക്കാഴ്ച തന്നെ തൂർ പർവ്വതത്തിന്റെ പരിസരത്ത് വെച്ചുകൊണ്ടുള്ള അങ്ങനെ ഒരു കൂടിക്കാഴ്ച തന്നെ അതുപോലെയുള്ള ഒരു മൗഇദാണ്. മൗഇദ് എന്ന് പറഞ്ഞാൽ ഒരു വാഴ്ത, ഒരു പ്രതിജ്ഞ, അല്ലെങ്കിൽ സമയവും സ്ഥലവും നിശ്ചയിച്ചു കൊടുത്തുകൊണ്ടുള്ള ഒരു ഉറപ്പ് നൽകൽ എന്നൊക്കെയാണ് ആ വാക്കിന്റെ അർത്ഥം. അപ്പൊ അങ്ങനെയുള്ള മൗഇദുകള്, നിശ്ചയങ്ങള് അല്ലെങ്കിൽ പ്രതിജ്ഞകള്, ഉടമ്പടി, ഇതൊക്കെ പ്രവാചകന്മാരുമായിട്ട് അള്ളാഹു ചെയ്തതായിട്ട് കാണാം. അള്ളാഹുവിനോട് പ്രവാചകന്മാര് അങ്ങനെ ഉടമ്പടിയിൽ ഏർപ്പെട്ട കാര്യം കാണാൻ കഴിയും. ചില ഉടമ്പടികള് പ്രവാചകന്മാരുടെ പിന്മുറക്കാരായിട്ടുള്ള അനുയായികൾ പാലിക്കുന്നതിന് വേണ്ടി അവരാണ് അത് നടപ്പിലാക്കേണ്ടത് എന്ന നിലക്ക് പ്രവാചകന്മാർ അള്ളാഹുവുമായി അങ്ങനെ ഉടമ്പടി ചെയ്തതും കാണാൻ കഴിയും. ബനൂ ഇസ്രായേലിന്റെ കാര്യത്തില് അങ്ങനെയുള്ള ഉടമ്പടികൾ ബനൂ ഇസ്രായേൽ പ്രവാചകന്മാര് ചെയ്തിട്ടുള്ളതായി ഖുർആൻ തന്നെ പറയുന്നുണ്ട്. അതുപോലെ ഒരു ശ്രദ്ധേയമായ ഒരു ഉടമ്പടി, എനിക്ക് ശേഷം ഒരു പ്രവാചകൻ വരും, ആ പ്രവാചകനെ നിങ്ങൾ സത്യപ്പെടുത്തുകയും പിന്തുണക്കുകയും പിന്തുടരുകയും ഒക്കെ ചെയ്യണം എന്ന ഒരു ഉടമ്പടി അള്ളാഹു എല്ലാ പ്രവാചകന്മാരിൽ നിന്നും സ്വീകരിച്ചിരുന്നതായിട്ട് ഖുർആൻ പരാമർശിക്കുന്നുണ്ട്. ബനൂ ഇസ്രായേൽ സമൂഹത്തിലേക്ക് വന്നിട്ടുള്ള അസംഖ്യം പ്രവാചകന്മാരുണ്ട്. ആ പ്രവാചകന്മാരൊക്കെയും തന്നെ പഠിപ്പിച്ച കാര്യങ്ങളുടെ കൂട്ടത്തില് ഞാനിതൊക്കെ പഠിപ്പിച്ചു, ശരി, നിങ്ങൾ ഇത് പിൻപറ്റേണ്ടതുണ്ട്, അതൊക്കെ ശരി തന്നെ. പക്ഷെ നിങ്ങളിലേക്ക് പിൽക്കാലത്ത് ഒരു പ്രവാചകൻ വരും. ആ പ്രവാചകൻ വന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഞാൻ പഠിപ്പിച്ചതനുസരിച്ചല്ല ജീവിക്കേണ്ടത്, നിങ്ങൾ ആ പ്രവാചകനെയാണ് പിൻപറ്റേണ്ടത് എന്ന് എല്ലാ പ്രവാചകന്മാരും തങ്ങളുടെ അനുയായികളെ പഠിപ്പിച്ചിരുന്നതായി ഖുർആൻ പറയുന്നുണ്ട്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന അന്ത്യപ്രവാചകനിലേക്ക് സൂചന നൽകിക്കൊണ്ടാണ് ഈ മുൻകഴിഞ്ഞ പ്രവാചകന്മാരൊക്കെയും തന്നെ തങ്ങളുടെ അനുയായികളോട് പിൽക്കാലത്ത് ഒരു പ്രവാചകൻ വരും, ആ പ്രവാചകൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അദ്ദേഹത്തെ സത്യപ്പെടുത്തുകയും പിന്തുണക്കുകയും അദ്ദേഹത്തെ പിന്തുടരുകയും ചെയ്യണം എന്ന് നിർദ്ദേശിക്കുകയും അത് അവരിൽ നിന്ന് ഒരു ഉടമ്പടിയായി സ്വീകരിക്കുകയൊക്കെ ചെയ്തു എന്നതാണ് ഖുർആൻ സൂചിപ്പിക്കുന്ന കാര്യം. അള്ളാഹു പ്രവാചകന്മാരോട് അങ്ങനെയുള്ള ഉടമ്പടികൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ അള്ളാഹു നേരിട്ട് ജനങ്ങളോട് ഉടമ്പടി ചെയ്യുന്ന ഒരു സംഗതി ഉണ്ടായിട്ടില്ല. അങ്ങനെ നമുക്ക് കാണാൻ കഴിയില്ല. അത് ഉള്ള ഒരൊറ്റ സന്ദർഭമാണുള്ളത്. അത് ഒരു ആലമുൽ അർവാഹില് ഭൂമുഖത്ത് മനുഷ്യര് ജനിച്ച് എത്തുന്നതിന് മുമ്പായിട്ട് മുഴുവൻ മനുഷ്യരുടെയും ആത്മാക്കളെ സൃഷ്ടിച്ച ഘട്ടത്തിൽ അള്ളാഹു മുഴുവൻ മനുഷ്യാത്മാക്കളെയും സാക്ഷി നിർത്തിക്കൊണ്ട് അവരോട് ചോദിക്കുന്ന ഒരു കാര്യം ഖുർആൻ പറയുന്നുണ്ട്, ഞാനല്ലേ നിങ്ങളുടെ റബ്ബ് എന്ന്. അവരെല്ലാവരും അംഗീകരിച്ച് പറഞ്ഞതായിട്ടും നമുക്ക് അവിടെ കാണാൻ കഴിയുന്നുണ്ട്. അങ്ങനെ ഒരു ഉടമ്പടി ഏറ്റുപറയല് സമ്മതിക്കലും ഉണ്ടായതായി. അത് പക്ഷെ ഭൂമുഖത്തെ മനുഷ്യരുടെ വാസം തുടങ്ങിയതിന് ശേഷമുള്ള സംഭവമല്ല. അപ്പോ ഇവിടെ
അങ്ങനെയുള്ള ഉടമ്പടികൾ ജനങ്ങൾക്ക് വേണ്ടി നിർവഹിക്കുന്നത് പ്രവാചകന്മാരാണ്. അത് നടപ്പിലാക്കേണ്ടത്, അത് പ്രയോഗത്തിൽ കൊണ്ടുവരേണ്ടത് ആ പ്രവാചകന്മാരെ പിൻപറ്റുന്ന ആളുകളാണ് എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മറ്റൊന്ന്, എന്തെല്ലാം കഷ്ടപ്പാടുകളാണ് പലായനം ചെയ്യുന്ന വിശ്വാസികൾ സഹിക്കാൻ ഇടയായത്. എല്ലാം സംരക്ഷിക്കുന്നവൻ എന്ന് അവകാശപ്പെടുന്ന അള്ളാഹു അവരെ സംരക്ഷിച്ചിട്ടില്ല. ചോദിച്ചാൽ മറുപടി കിട്ടുക എല്ലാം പരീക്ഷണങ്ങൾ ആണ് എന്നായിരിക്കും. ഇതാണ് ഒരു നിരീക്ഷണം. പലായനം ചെയ്ത് അള്ളാഹുവിന്റെ മാർഗത്തിൽ പുറപ്പെട്ട ബനൂ ഇസ്രായേൽ സമൂഹവും ധാരാളം പ്രയാസങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. അള്ളാഹു സഹായിക്കുമെന്ന് വാഗ്ദാനം ചെയ്തിരുന്നു, പക്ഷെ അവർക്ക് സഹായം കിട്ടിയിട്ടില്ല എന്നാണ് ഇവിടെ സൂചിപ്പിക്കപ്പെടുന്നത്. അള്ളാഹു സഹായിക്കുമെന്ന് വാഗ്ദാനം ചെയ്തിട്ടുണ്ടായിരുന്നു, അത് അള്ളാഹു പുലർത്തിയിട്ടുമുണ്ട്. അവർക്ക് മേഘത്തിന്റെ തണല് വിരിച്ചു കൊടുത്തിട്ടുണ്ട്, മഞ്ഞ് കൊടുത്തിട്ടുണ്ട്, സെൽവ കൊടുത്തിട്ടുണ്ട്. പക്ഷെ അവരിലെ അനുസരണക്കേടും ധിക്കാരവും ഒക്കെ കാരണമായിട്ട് അവർക്ക് ചില എന്താണ് ശിക്ഷയും, ചെറിയ തോതിലുള്ള ശിക്ഷയും അതുപോലെ അവർക്ക് ചില ശിക്ഷണങ്ങളും ഒക്കെ നൽകിയതായിട്ടും കാണാൻ സാധിക്കും. അതൊന്നും ഉണ്ടാവില്ല എന്നല്ല അള്ളാഹു പറഞ്ഞിട്ടുള്ളത്. അവരെ സഹായിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് അവർക്ക് മരുഭൂമിയിൽ ജീവിച്ചു പോകാൻ പറ്റിയത്. 1-2 ദിവസമല്ല, 40 വർഷങ്ങളാണ് ലക്ഷക്കണക്കിന് വരുന്ന ഒരു ജനത മരുഭൂമിയില് അവിടെ ദാഹജലം കിട്ടാതെ, ഭക്ഷണം കിട്ടാതെ ചത്തൊടുങ്ങുകയല്ല ചെയ്തിട്ടുള്ളത്. അവരവിടെ ജീവിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അവർക്ക് അതിലൂടെ വലിയ പരിശീലനവും അതുപോലെ തന്നെ വലിയ ശിക്ഷണമൊക്കെ നേടാൻ സാധിച്ചു എന്ന ഒരു വസ്തുത വിലയിരുത്തിയാൽ കാണാൻ കഴിയും. അങ്ങനെയുള്ള പരീക്ഷണങ്ങൾക്കും ജീവിത സാഹചര്യങ്ങളിലൂടെയൊക്കെ അവർ പോകേണ്ടി വന്നിട്ടുണ്ട് എന്നത് അള്ളാഹുവിന്റെ തീരുമാനമാണ്. അള്ളാഹു സഹായിക്കും എന്ന് പറഞ്ഞ ആ അള്ളാഹുവിന്റെ വാഗ്ദാനം അള്ളാഹു പുലർത്തിയിട്ടുണ്ട്. ഈ ആളുകള് ബനൂ ഇസ്രായേൽ സമൂഹം കാണിച്ച നെറുകേടുകൾ കാരണമായിട്ട് അവർക്ക് എതിരിൽ അള്ളാഹു ചില നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടായിരുന്നു എന്നതും വസ്തുതയാണ്. അപ്പൊ അങ്ങനെ യാതൊരു നടപടി ഉണ്ടാവില്ല, നിങ്ങൾ എന്ത് തോന്നിയാസോ അക്രമം ചെയ്ത് അങ്ങ് ജീവിച്ചോളൂ, നിങ്ങളെ ഞാൻ സംരക്ഷിച്ചു കൊള്ളാം, നിങ്ങളെ ഞാൻ സഹായിക്കാം എന്നല്ല അള്ളാഹു ബനൂ ഇസ്രായേലിന് നൽകിയിട്ടുണ്ടായിരുന്ന വാഗ്ദാനം. എന്തിനു വേണ്ടിയാണ് അള്ളാഹു ദൂതന്മാരെ അയക്കുകയുണ്ടായിട്ടുള്ളത്? അതിനൊരു ലക്ഷ്യമുണ്ട്. അവരൊരു ദൗത്യം നിർവഹിക്കാനാണ് വന്നിട്ടുള്ളത്. ആ ദൗത്യം ഈ സമൂഹത്തിന്റെ ഏത് വിധത്തിൽ അത് അവർ സ്വീകരിക്കുന്നു, എത്രത്തോളം അവരത് പ്രയോഗത്തിൽ കൊണ്ടുവരുന്നു എന്നതിനെയൊക്കെ ആശ്രയിച്ചുകൊണ്ടുള്ളതാണ് അവരുടെ മേലുള്ള നടപടികൾ എന്നത് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ ഈ ചോദ്യം ഉന്നയിക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം അയാൾക്കൊരു നിലപാട് തറ ഇല്ലാത്തത് കൊണ്ട് അയാൾക്കൊരു പ്ലാറ്റ്ഫോം സ്വന്തമായിട്ടില്ല. അയാള് ദൈവത്തിൽ വിശ്വസിക്കുന്ന ആളാണോ എന്നത് അയാൾ തീരുമാനിച്ചിട്ടില്ല. പ്രവാചകന്മാർ എന്ന ഒരു സംഗതി ഉണ്ടോ എന്നത് അയാൾ തീരുമാനിച്ചിട്ടില്ല. പക്ഷെ അതിന്റെ അകത്തുള്ള സൂക്ഷ്മമായ പല കാര്യങ്ങളിലും അദ്ദേഹം കയറി ഇടപെട്ടുകൊണ്ട് അതിൽ അഭിപ്രായം പറയുകയും നിരീക്ഷണങ്ങൾ നടത്തുകയൊക്കെ ചെയ്യുന്നുണ്ട്. നിങ്ങളിപ്പോ തെളിയിക്കുന്നത് ദൈവം ഇല്ല എന്നാണോ, അതല്ല ദൈവം ഈ പറഞ്ഞ പോലെ കാരുണ്യമുള്ള ദയാവായ്പുള്ളവനല്ല എന്നാണോ? എന്താണ് നിങ്ങളുടെ വാദം? ദൈവമില്ല എന്നതാണെങ്കിൽ നമുക്ക് ഇതിൽ കൂടുതലൊന്നും പറയാനില്ല. ഇനി ദൈവം കാരുണ്യവാനല്ല എന്നതാണ് നിങ്ങളുടെ വാദമെങ്കിൽ നമുക്ക് പലതും പറയാനുണ്ട്. ഈ ചോദ്യം നിങ്ങൾക്ക് ചോദിക്കാൻ പറ്റുന്നതും അതിനുള്ള പ്രതികരണം ആയിട്ട് വല്ലതും ഒക്കെ സംസാരിക്കാൻ എനിക്ക് പറ്റുന്നതും ഒക്കെ തന്നെ ദൈവിക കാരുണ്യം കൊണ്ട് മാത്രമാണ്. അതിലേതെങ്കിലുമൊക്കെ ഒന്ന് അള്ളാഹു പിൻവലിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് അതൊന്നും സാധ്യമല്ല. അപ്പോ കാരുണ്യം എന്നത് അള്ളാഹു മനുഷ്യർക്ക് കാരുണ്യം കാണിക്കും എന്ന അള്ളാഹുവിന്റെ വാഗ്ദാനം അള്ളാഹു ലംഘിച്ചിട്ടില്ല. പലപ്പോഴും മനുഷ്യൻ അതിന് അർഹരല്ലാതെ ആയിട്ടുണ്ട് മനുഷ്യര് എന്നതാണ് വസ്തുത. അപ്പൊ അള്ളാഹുവിന്റെ പരീക്ഷണം എന്നാണ് ഇവിടെ പറയുന്നത്. എല്ലാ പരീക്ഷണങ്ങളിലും ചെറിയൊരു ശിക്ഷണവും ശിക്ഷയും അടങ്ങിയിട്ടുണ്ടാവും. അങ്ങനെയാണ് പരീക്ഷണം ആവണത്. അല്ലെങ്കിൽ വെറുതെ അങ്ങനെ പരീക്ഷണം ഉണ്ടാവില്ല. പരീക്ഷണം എന്ന് പറയുമ്പോ അത് ശിക്ഷ 2 വിധത്തിലുള്ള ശിക്ഷ ഉണ്ടാവും. ഒന്ന്, ഒരാളെ മേലിൽ തല പൊക്കരുത് എന്നുള്ള നിലക്കുള്ള ശിക്ഷ ഉണ്ടാവും. അത് ഇപ്പോ ചില സമൂഹങ്ങളെ നശിപ്പിച്ച് കളയുന്ന നടപടികളെ കുറിച്ചൊക്കെ ഖുർആനിൽ പറയുന്നുണ്ട്. ഇനി മേലിൽ അവർ തല പൊക്കരുത് എന്നുള്ള വിധത്തിലുള്ള ശിക്ഷ നടപ്പിലാക്കപ്പെട്ടതാണ്. എന്നാൽ വേറെ ചിലരുടെ കാര്യത്തില് അങ്ങനെ ഉള്ള ഒരു അവസാനത്തെ അവരെ
തുടച്ചു നീക്കി കളയുന്ന ഒരു നടപടിയാവില്ല. ദൈവിക നടപടി എന്നുള്ള നിലയ്ക്ക് ചെറിയൊരു ശിക്ഷയായിരിക്കും അത്. പക്ഷെ അവരെ വലിയൊരു തെതിക്കിറത്തായിട്ട് അവർക്കത് അനുഭവപ്പെടും. അതിൽ നിന്ന് അവർ പാഠം ഉൾക്കൊണ്ട് തിരികെ വരും. അതിന് കാരണമാകുന്ന വിധത്തിലുള്ള ഒരു നടപടി. അത് ആ സമൂഹത്തെ അങ്ങ് തുടച്ചു നീക്കുന്ന പോലെയുള്ളതാവില്ല. അപ്പോ വിശ്വാസപരമായി ഇളക്കം തട്ടിയ ആളുകള് അങ്ങനെ ഒരു സംഘമായി നടന്നു പോകുമ്പോ വിഗ്രഹപൂജ അവരിൽ തോന്നിപ്പിക്കപ്പെടുന്ന ഒരു സാഹചര്യത്തിലൂടെ അവർ കടന്നു പോവുകയാണ്. അപ്പോ അവര് അതിൽ പ്രേരിതരാവാൻ സാഹചര്യം ഒരുങ്ങുകയാണ്. ഇത് കാരണം തുടക്കം എന്താണ്? അവരുടെ വിശ്വാസപരമായ ദൗർബല്യം അവരിൽ ഉണ്ടായി എന്നതാണ് അതിനുള്ള കാരണം. അപ്പോ അത് ആ ഘട്ടത്തിൽ അള്ളാഹ് അവർക്ക് ഒരു പരീക്ഷണം കൊടുക്കും. അപ്പൊ നമ്മുടെ നാട്ടില് പലിശ ഇല്ലാത്ത വിധത്തിൽ, പലിശയിൽ ഇൻവോൾവ് ആവാത്ത വിധത്തിൽ ജീവിക്കൽ വലിയ പ്രയാസമാണെന്ന് നമുക്കറിയാം. സത്യവിശ്വാസം ഉൾക്കൊണ്ട ആളുകള് ആ പ്രയാസം സഹിച്ചുകൊണ്ട് തന്നെ കഷ്ടപ്പെട്ട് പലിശയിൽ നിന്ന് പൂർണ്ണമായിട്ട് വിട്ടുനിൽക്കാൻ ശ്രമിക്കും. എന്നാൽ പലിശ അങ്ങനെ ഖുർആൻ പറയുന്ന പലിശ അല്ല, ഖുർആൻ പറയുന്ന റിബയല്ല ഇവിടെ ബാങ്കുകളൊന്നും നടപ്പിലാക്കുന്ന കൊടുക്കുകയും വാങ്ങുകയും ചെയ്യുന്ന പലിശ എന്നൊക്കെയുള്ള വിധത്തിൽ വ്യാഖ്യാനിക്കാൻ മുതിർന്ന ഒരവസ്ഥയിലേക്ക് ആളുകൾ ചിലപ്പോൾ പോകുന്നതാണ്. അത് അവരുടെ മനസ്സിന്റെ വിശ്വാസത്തെ ഇളക്കലാണ്. അതിനെ തുടർന്ന് അവർക്ക് വലിയ വലിയ പരീക്ഷണങ്ങൾ ഇതുപോലെ പലിശ കൊടുക്കാനും വാങ്ങാനും ഒക്കെ കാരണമാകുന്ന സാഹചര്യങ്ങൾ അള്ളാഹ് ഇട്ട് കൊടുക്കും. അള്ളാന്റെ കലാമിനെ വിശ്വസിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ മാർഗദർശനം ഉൾക്കൊണ്ടുകൊണ്ട് അള്ളാഹ് യുദ്ധം പ്രഖ്യാപിച്ച ഒരു വിഷയത്തില് നമ്മൾ വിട്ടുവീഴ്ച ചെയ്ത് അതിനെ ഹലാലാക്കി കളയോ ഇല്ലേ എന്നുള്ളത് നോക്കാൻ വേണ്ടി തന്നെ അള്ളാഹ് അവസരങ്ങൾ തരും. അത് പരീക്ഷണമാണ്. അങ്ങനെയുള്ള പരീക്ഷണം ഉണ്ടാകുമ്പോ ആളുകൾക്ക് അങ്ങനെയുള്ള അബദ്ധങ്ങൾ പറ്റിയാലും തിരിച്ചു വരാനൊക്കെ അവസരം ഉണ്ടായിന്ന് വരും. അപ്പോ ഇതിലുള്ള പരീക്ഷണങ്ങൾ തീർച്ചയായിട്ടും ഈ ജീവിതത്തിന്റെ ഭാഗമായിട്ട് തന്നെ ഉള്ളതാണ് എന്നാണ് ഞാൻ സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. മറ്റൊന്ന്, അള്ളാഹു നമസ്കാരം ചെയ്യുന്നവരുടെ പ്രാർത്ഥനകൾക്ക് എന്തെങ്കിലും മറുപടി പറഞ്ഞിട്ടുണ്ടോ എന്നുള്ളതാണ്. അവർക്ക് എന്തെങ്കിലും പ്രകടമായി സഹായം ചെയ്തിട്ടുണ്ടോ എന്ന്. നമസ്കരിക്കുന്നത് അള്ളാഹുവിന്റെ സഹായം തേടിക്കൊണ്ടാണ്. എന്നിട്ട് ആർക്കെങ്കിലും അതിന് ഉത്തരം കിട്ടിയോ വല്ല സഹായം ഉണ്ടായോ എന്നതാണ് ചോദ്യം. ഓരോരുത്തർക്കും അനുഭവം ഉണ്ടാവും ഇത്. നമസ്കരിക്കുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും മനസ്സിന് വലിയ ശാന്തിയും സമാധാനവും ഒക്കെ ഉണ്ടാവും. അവരുടെ സകലവിധ വിഷമങ്ങളും ഇറക്കി വെക്കാൻ ഒരു മുതവക്കലായിട്ട് അള്ളാഹു ഉണ്ട് എന്നത്, സകലതും അർപ്പിക്കാൻ ഒരു മേലായ റബ്ബ് എനിക്കുണ്ട് എന്ന ബോധം തന്നെ ഓരോ മനുഷ്യനും വലിയ ആശ്വാസം പകരുന്ന കാര്യമാണ്. പിന്നെ ജീവിതത്തിന്റെ ഓരോ വ്യക്തി നേരിട്ടുകൊണ്ടിരിക്കുന്ന തീക്ഷ്ണമായ പല പ്രതിസന്ധികളും ഉണ്ടാവും. ആ പ്രതിസന്ധികൾക്ക് എത്രയോ അയവ് വന്ന അനുഭവങ്ങൾ നമുക്കൊക്കെ ഉണ്ട്. നമസ്കരിച്ച എല്ലാവർക്കും കാണും. ഒരു ജീവിതകാലം മുഴുവനും നമസ്കരിച്ചിട്ട് ഒരു ഫലവും ഉണ്ടായില്ല എന്ന് തോന്നുന്ന അല്ലെങ്കിൽ എന്ന് തോന്നിയ ഒരാളെ നിങ്ങൾ ആരെങ്കിലും ഉണ്ടോ എന്നുള്ളതൊന്ന് അന്വേഷിച്ച് കണ്ടുപിടിച്ച് നോക്കൂ. ഒന്നുകിൽ അയാളുടെ നിസ്കാരത്തിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും, അല്ലാതെ അയാൾക്ക് അതിന്റെ ഫലം ഉണ്ടാവാത്തതായിട്ടുണ്ടാവില്ല. നമ്മൾ ചോദിക്കുന്നത് അതേപടി ഇങ്ങനെ ഇട്ട് തരുന്ന രീതിയിലൊന്നും ആയിക്കൊള്ളണം എന്നില്ല എന്നേ ഉള്ളൂ. അത് അള്ളാഹു തീരുമാനിക്കുന്നതാണ്. ഏത് വിധത്തിലാണ് സഹായം നൽകേണ്ടത് എന്നത് അള്ളാഹുവിന്റെ ഇച്ഛയിൽ പെട്ടതാണ്. സഹായം ഉണ്ടാകും എന്നത് യാതൊരു സംശയമില്ലാത്ത കാര്യമാണ്, തീർച്ചയായ കാര്യമാണ്. നമ്മളുടെ പ്രാർത്ഥനകൾ മനസാന്നിധ്യത്തോടെ നമ്മൾ അതിന് വേണ്ട ശരീരത്തിന്റെയും മനസ്സിന്റെയും ശുദ്ധി കൈവരിച്ചുകൊണ്ടാണ് പ്രാർത്ഥന നിർവഹിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അതിന് നമുക്ക് ഗുണകരമായ രീതിയിൽ അള്ളാഹു സഹായം നൽകും. നമ്മൾ ചോദിച്ച വിധത്തിലായിക്കൊള്ളുന്നില്ല, ചോദിച്ച വിധമായിരിക്കില്ല ചിലപ്പോ നമുക്ക് ഗുണകരമാവുക. എന്തായാലും അത് സ്വയം അനുഭവിച്ചറിയേണ്ട ഒരു കാര്യമാണ്. മറ്റൊന്ന്, കൺമുന്നിലില്ലാത്ത പ്രിയപ്പെട്ടവരുടെ ഫോട്ടോ എല്ലാ മുസ്ലിം ഭവനങ്ങളിലും ഇന്ന് കാണാം. ഇത് വിഗ്രഹപൂജയല്ലേ എന്നാണ് ഒരു ചോദ്യം. അങ്ങനെ ഭക്തി ആദരവുകൾ കാണിക്കുന്നതിന് വേണ്ടിയും പൂജാ മനസ്ഥിതിയോടുകൂടി നോക്കാൻ വേണ്ടിയൊക്കെയാണ് മുസ്ലിം വീടുകളിൽ വല്ല പടവും തൂക്കിയിട്ടിട്ടുള്ളതെങ്കിൽ
അത് തീർച്ചയായിട്ടും തെറ്റായ വിഗ്രഹാരാധനയുടെയോ അല്ലെങ്കിൽ ഈ രൂപപൂജകളിലുടെയൊക്കെ സ്വഭാവമുള്ള ഒരു സംഗതിയായിരിക്കും. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം നേതാക്കന്മാരുടെയോ കുടുംബത്തിലെ മരിച്ചുപോയ ആളുകളുടെയൊക്കെ ഫോട്ടോ ചുവരുകളിൽ തൂക്കിയിടുന്നത് ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സംഗതിയല്ല. ഹദീസുകളിൽ അത് വിലക്കിയതും കാണാൻ പറ്റും അങ്ങനെയുള്ള സംഗതികൾ. പക്ഷെ ഈ ചിത്രങ്ങളോടുള്ള സമീപനം വളരെ കാലികമായിട്ട് നമുക്ക് അതിനെ സമീപിക്കേണ്ടി വരുമ്പോൾ ഫോട്ടോ അതുപോലെ പെയിന്റിങ് ഇങ്ങനെയുള്ള സംഗതികളോട് ഒരു വിഗ്രഹാരാധന പ്രചാരത്തിലുണ്ടായിരുന്ന ഒരു കാലത്ത് നൽകപ്പെട്ടിരുന്ന നിർദ്ദേശങ്ങൾ അക്ഷരം പ്രതി പാലിക്കാൻ ഈ കാലഘട്ടത്തിൽ സാധിച്ചോളണമെന്നില്ല. പെയിന്റിങ് അതുപോലെ ഫോട്ടോസ് ഒക്കെ പല ആവശ്യങ്ങൾക്കും പ്രയോജനപ്പെടുത്തുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇപ്പൊ തെരഞ്ഞെടുപ്പൊക്കെ നടന്ന ഒരു ഘട്ടത്തില് തെരുവിലേക്ക് ഇറങ്ങിയാൽ തെരുവിന്റെ ഇരുഭാഗവും വലിയ പൂർണ്ണകായ പടങ്ങൾ കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന ഒരു കാഴ്ച കാണാൻ പറ്റും. അതിനോടൊന്നും ആർക്കും ഒരു ഭക്തിയുടെയോ അല്ലെങ്കിൽ പൂജാ മനസ്ഥിതിയുടെയോ ഒരു നിലപാടൊന്നും ഇല്ല. വെറും ചിത്രങ്ങൾ മാത്രമാണ്. അടുത്ത മഴക്ക് അത് ആ കടലാസുകൾ നനഞ്ഞു കുതിർന്ന് നശിച്ചു പോകാനുള്ളതുമാണ്. അതാണ് അതിന്റെ പരിണതി. അതല്ലാത്ത വിധത്തില് എന്തെങ്കിലും പൂജാ മനസ്ഥിതിയോടുകൂടിയോ ഭക്തിയോടുകൂടിയോ ആരെങ്കിലും ആരുടെയെങ്കിലും ചിത്രം ചുവരിൽ തൂക്കിയിട്ട് അത് നിലനിർത്തി പോകുന്നുണ്ടെങ്കിൽ, മുസ്ലിം കുടുംബങ്ങളിൽ ആരെങ്കിലും അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് സംശയമൊന്നുമില്ലാത്ത വിധത്തിൽ തന്നെ അതൊരു വ്യതിചലനമാണ് എന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതൊരിക്കലും തന്നെ ഇസ്ലാം അനുവദിക്കുന്ന കാര്യമല്ല എന്നത് ആണ് അത് സംബന്ധമായിട്ട് സൂചിപ്പിക്കാനുള്ളത്. പക്ഷെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഏറിയ കൂറും ഇത്തരം ചിത്രങ്ങൾ, കടലാസ് ചിത്രങ്ങൾ തൂക്കിയിടുന്നത്, ഫോട്ടോസ്, പെയിന്റിങ് ഒക്കെ തന്നെ ആ ഒരു തലത്തിൽ മുസ്ലിങ്ങൾ അങ്ങനെ ചെയ്യുന്നില്ല എന്നതാണ് എൻ്റെ ബോധ്യം. ആരെങ്കിലും അങ്ങനെ മറിച്ചുള്ള നിലപാടോടുകൂടി അങ്ങനെ ചിത്രങ്ങളോ പടങ്ങളോ ഒക്കെ തൂക്കിയിടുന്നുണ്ട് അല്ലെങ്കിൽ അതിനോട് അങ്ങനെ ഒരു സമീപനം സ്വീകരിക്കുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും അത് ഈ വിഗ്രഹ പൂജയുടെ കാറ്റഗറിയിൽ തന്നെ വരുന്ന ഒരു കാര്യമാണ്, സംശയമൊന്നുമില്ല. അങ്ങനെ ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അവരത് തിരുത്തിയിട്ട് സത്യമാർഗത്തിലേക്ക് തിരികെ വരികയാണ് വേണ്ടത് എന്ന് മാത്രം സൂചിപ്പിക്കുകയാണ്. വാഖിർ ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിർ ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.